Okay, yes. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ യൂസറിന്റെ ഡാറ്റാസ് KYC ഡാറ്റാസ് നമ്മൾ ഫയൽബേസിൽ സ്റ്റോർ ചെയ്യുന്നിടം വരെയായിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് അത് വാലിഡേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ യൂസർ എപ്പോൾ ലോഗിൻ ചെയ്താലും നമുക്ക് KYC കാണിക്കേണ്ട ആവശ്യമില്ല. യൂസർ ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം നമുക്ക് KYC കാണിച്ചാൽ മതി. സോ ആ ഒരു കേസിൽ നമ്മൾ ഓൺബോർഡിങ്ങിൽ സ്റ്റാർട്ട് സ്ക്രീനിൽ ഒരു ലോജിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ യൂസർ ലോഗിൻ ആണെങ്കിൽ നമ്മളിപ്പോ ആ യൂസർ ലോഗിൻ ആണെങ്കിൽ ഈ യൂസർ ഒബ്ജക്റ്റ് നള്ളായിട്ട് വരത്തില്ല. അപ്പൊ നോൺ നള്ളാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ബയോ വ്യൂയിലോട്ടാണ് കൊടുത്തിരുന്നത്. ഓക്കെ, സോ നമുക്ക് ഇത് മാറ്റിയിട്ട് ഇവിടെ ഒരു കണ്ടീഷൻ കൂടെ എഴുതണം. യൂസർ ബയോ ഫില്ല് ചെയ്ത് മീൻസ് യൂസറിന്റെ KYC സ്റ്റോർ ആയിട്ടില്ലെങ്കിൽ മാത്രം ബയോയിലേക്ക് പോവുക, ഇല്ലെങ്കിൽ നേരെ ഹോം പേജിലേക്ക് പോവുക. ഓക്കെ, യൂസർ ഇപ്പോൾ ലോഗിൻ അല്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് ഓൺബോർഡിംഗ് വ്യൂയിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, നമുക്കിപ്പോ ആ ഒരു ലോജിക്ക് എഴുതണമെങ്കിൽ നമുക്ക് ഈ യൂസർ ഐ ഡി വെച്ചിട്ട് വേണം നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് KYC കൺട്രോളറിലേക്ക് പോയാൽ ഇവിടെ സ്റ്റോർ KYC ഡീറ്റെയിൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് സ്റ്റോർ ചെയ്യാണ്. യൂസറിന്റെ ID വെച്ചിട്ടല്ല നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഈ യൂസറിലെ ആണോ ഈ ഡാറ്റ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ ലോഗിൻ ചെയ്ത് യൂസറിന്റെ ഡാറ്റ ഐഡന്റിഫൈ ചെയ്ത് വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ UID സ്റ്റോർ ചെയ്ത് അത് വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ആ UID സ്റ്റോർ ചെയ്യാൻ പോകുന്നത് രജിസ്റ്ററിലും ലോഗിനിലും ആയിരിക്കും. ഓക്കെ, സോ യൂസർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസറിന്റെ ക്രെഡൻഷ്യൽ കിട്ടും, അതിൽ നിന്ന് നമുക്ക് UID കിട്ടും. സോ സെയിം നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് UID കിട്ടും. ഓക്കെ, സോ ഇത് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷെയർഡ് പ്രിഫറൻസ് യൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ പബ്ലിക്കിൽ പോയിട്ട് നമ്മൾ ഷെയർഡ് പ്രിഫറൻസ് മുൻപ് യൂസ് ചെയ്തിട്ടുള്ള നമുക്ക് പാക്കേജ് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഈ പബ്സ്പെക്കിൽ പോയിട്ട് ഷെയർഡ് പ്രിഫറൻസ് എന്ന് സെർച്ച് ചെയ്താൽ സോ നമുക്ക് ഫസ്റ്റ് വരുന്ന പാക്കേജ് ഷെയർഡ് പ്രിഫറൻസിന്റെ ആയിരിക്കും. ഓക്കെ, സോ ഈ പാക്കേജ് എന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു ഒരു വാല്യൂ നമുക്ക് മൊബൈലിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, നമുക്കിപ്പോൾ എന്തെങ്കിലും ക്രെഡൻഷ്യൽ ആയിട്ട് ഒരു സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റിയതാണ് ഷെയർഡ് പ്രിഫറൻസ്. ഓക്കെ, നമ്മൾക്ക് ചെറിയ ചെറിയ വാല്യൂസ്, ഓക്കെ, നോട്ട് ലാർജ് ഡാറ്റാസ്, ജസ്റ്റ് ചെറിയ ചെറിയ വാല്യൂസ് നമുക്കിപ്പം എന്തേലും ഇതേപോലെ യൂസർ ID അങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയതാണ് ഷെയർഡ് പ്രിഫറൻസ്. ഓക്കെ, സോ ഇത് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ടൈപ്പുള്ള വാല്യൂസും സ്റ്റോർ ചെയ്യാം. ഇന്റ്, ബൂള്, ഡബിള്, ഒരു കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ കീ, ഇതായിരിക്കും നമ്മുടെ വാല്യൂ. ഓക്കെ, സോ നമ്മൾ ലേറ്റർ ഈ കീ വെച്ചായിരിക്കും നമ്മൾ ഈ വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ പോകുന്നത്, ഗെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സെറ്റ് എന്ന് കൊടുത്തിട്ട് സ്റ്റോർ ചെയ്യും, ഗെറ്റ് എന്ന് കൊടുത്തിട്ട് നമ്മൾ റിട്രീവ് ചെയ്യും ഡാറ്റ. ഓക്കെ, സോ നമുക്ക് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാം.
ഓക്കെ, നമ്മുടെ പാക്കേജ് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി നമ്മുടെ ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ളൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഡാറ്റ എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു ഫയലായിട്ട് ഈ ഡി എ എന്ന് വെച്ചാൽ ഡാറ്റ ആക്സസ് ഒബ്ജക്ട്സ്. ഓക്കെ, നമ്മൾ കുറച്ച് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഈ ഫോൾഡറിനുള്ള ഡാറ്റാസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഷെയർഡ് പ്രിഫറൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ ഷെയർഡ് പ്രിഫറൻസ് ഡി എ. ഓക്കെ, സോ നമ്മൾ ആ ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇതിനുള്ളിൽ നമുക്ക് ഷെയർഡ് പ്രിഫറൻസിന്റെ ഫങ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഷെയർഡ് പ്രിഫറൻസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് റീഡർ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്ക് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ ക്ലാസ്സിനുള്ളിൽ, ഇത് ഫംഗ്ഷനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാം. കാരണം ഇതൊരു അസിൻക്രണസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് അവൈറ്റ് കൊടുക്കണം. ഓക്കെ, സോ നമുക്ക് പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റോർ യൂസർ ഐ ഡി. ഓക്കെ, നമുക്കിതൊരു അസിൻക്രണസ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് അസിൻക്രണസ് മീനിങ് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവാൻ കുറച്ച് ടൈം എടുക്കും, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നുള്ളൊരിതാണ്. ഓക്കെ, നമുക്ക് ഈ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം. ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിഫറൻസിലേക്ക് സ്റ്റോർ സെറ്റ് സ്ട്രിങ്. ഓക്കെ, സെറ്റ് സ്ട്രിങ്ങിൽ നമുക്ക് കീ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ ഈ കീ വെച്ചിട്ടായിരിക്കും ഇത് ആക്സസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ കീ ഇപ്പോൾ യൂസർ ഐ ഡി എന്ന് കൊടുക്കാം. ഓക്കെ, വാല്യൂ നമ്മളിവിടെ പാസ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും യൂസർ ഐ ഡി. നമുക്ക് ആ വാല്യൂ ഫംഗ്ഷനിൽ നമ്മളൊരു പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കും. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ വാല്യൂ പാസ് ചെയ്തിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇവിടെ അവൈറ്റിന്റെ ആവശ്യമില്ല. നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗെറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനുകൾ. ഗെറ്റ് ചെയ്യുന്നത് അസിൻക്രണസ് ആണ്. എനിക്ക് ഒബ്ജക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, നമുക്ക് സ്ട്രിങ്ങിലായിട്ടാണ് കിട്ടുന്നത്. യൂസർ ഐ ഡി അവൈറ്റ് പ്രിഫറൻസ് ഡോട്ട് ഗെറ്റ് സ്ട്രിങ്. നമുക്ക് ഈ കീ ഇവിടെ യൂസ് ചെയ്യണം. ഓക്കെ, നമ്മൾ സ്റ്റോർ ചെയ്ത അതേ കീ വെച്ച് തന്നെ നമ്മൾ റിട്രീവ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത് ഒരു മേ ബി നമുക്ക് നല്ലായിട്ട് ഇത് റിട്ടേൺ ചെയ്യും, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ അവൈറ്റിന്റെ ആവശ്യമില്ല. ഓക്കെ, സോ നമുക്ക് ഗെറ്റ് ചെയ്യുമ്പോൾ അവൈറ്റിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇത് നള്ളബിൾ ആയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യണം. കാരണം ഈ യൂസർ ഐ ഡി നമ്മൾ സ്റ്റോർ ചെയ്യാണ്ട് നമ്മൾ ഗെറ്റ് ചെയ്യുവാണ്, നമുക്ക് ഇതിൽ നള്ളായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ സ്ട്രിങ്ങിനെ റിട്ടേൺ ചെയ്യും. ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് യൂസർ ഐ ഡി ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ
നമുക്ക് റിട്ടേൺ ടൈപ്പ് കൊടുക്കും. ഇവിടെ ഡൈനാമിക് ആയിട്ടാണ് ഇളക്കുന്നത്. നമുക്ക് ഇവിടെ അസിങ് ഫംഗ്ഷൻ അസിങ് ആയതുകൊണ്ട് നമുക്ക് ചുമ്മാ സ്ട്രിംഗ് ഒന്ന് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ നമുക്ക് ഫ്യൂച്ചർ ടൈപ്പ് ഫ്യൂച്ചർ ആയിട്ട് നമുക്ക് സ്ട്രിംഗ് തന്നെ കൊടുക്കാം. ഓക്കെ, ഇവിടെ നള്ളബിൾ ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, നമ്മൾ ആക്സസ് ചെയ്യാനുള്ള ഒബ്ജക്ട്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഷെയർഡ് പ്രിഫറൻസ് ബിഹേവിയറിൽ. നമുക്കിത് ഈ ക്ലാസ് വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് ഫംഗ്ഷനെ നമുക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓസ് കൺട്രോളറിൽ പോകാം. ക്രിയേറ്റ് അക്കൗണ്ടിൽ നമുക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഇവിടെ ഷെയർഡ് പ്രിഫറൻസ് ഇമ്പോർട്ട് ചെയ്യുക. അതിൽ സ്റ്റോർ യൂസർ ഐ ഡിയിൽ നമ്മുടെ യൂസർ ഐ ഡി ഇവിടെ സ്റ്റോർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇത് അവൈറ്റ് ആയിട്ട് വരിക. നമ്മളിവിടെ യൂസർ ഐ ഡി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ലോഗിനിലും സ്റ്റോർ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ലോഗിനിലും നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയാണ് ഗെറ്റ് ചെയ്യേണ്ടത്? ഗെറ്റ് ചെയ്യേണ്ടത് രണ്ടകത്ത് ഗെറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ KYC സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മളെ ജസ്റ്റ് കോഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. KYC സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് കളക്ഷന്, ഡോക്യുമെന്റ്, പിന്നെ അതിനുള്ളിലാണ് ഡാറ്റാസ്. അപ്പൊ ആ ഡോക്യുമെന്റ് ID ആയിട്ട് നമുക്ക് ആ യൂസർ ID കൊടുക്കാം. ഓക്കെ, യൂസർ ID നമുക്ക് ക്ലാസ് ഇമ്പോർട്ട് ചെയ്യാം. ഗെറ്റ് യൂസർ ID. ഓക്കെ, നമുക്കിത് അസിൻഡ് ആയിട്ട് കൊടുക്കാം. സോ നമ്മൾ ഇനി യൂസർ ഡോട്ട് ആഡിന് പകരം യൂസർ ഡോട്ട് ഡോക്ക്, ഇവിടെ ഡോക്യുമെന്റ് നമ്മൾ റെഫർ ചെയ്യാൻ പോകണം. ഡോക്യുമെന്റ് ഡോട്ട് നമുക്ക് സെറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഓക്കെ, നമ്മളവിടെ ആഡിന് പകരം നമ്മളിപ്പോ ഇങ്ങനെ കോഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ യൂസർ ID വെച്ചിട്ടായിരിക്കും ആ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു യൂസറിന് ആ ഒരു ഡോക്യുമെന്റേ കാണത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ആ ഡോക്യുമെന്റ് ID വെച്ചിട്ട് നമുക്ക് ആ യൂസറിന്റെ ഡാറ്റ നമുക്ക് എടുക്കാൻ പറ്റും, നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്താൽ. ഓക്കെ, സോ നമ്മളിപ്പോ ഡാറ്റ ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഡാറ്റ ഗെറ്റ് ചെയ്തിട്ട് ഓക്കെ ഈ ഡോക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഹോം പേജിലോട്ട് പോകണം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ KYC പേജിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് ക്ലൗഡ് യൂസർ ആഡ് ചെയ്യുന്നുണ്ട്, ഇനി റീഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ആ ഡോക്യുമെന്റ് ID വെച്ചിട്ട് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ആ കളക്ഷൻ റെഫറൻസ് കൊടുത്തിട്ട് നമുക്ക് യൂസർ ഡോട്ട് ID കൊടുത്തിട്ട് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഡോക്യുമെന്റ്
എക്സിസ്റ്റ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഈ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ആ കോഡ് എഴുതാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ആ കളക്ഷൻ റെഫറൻസ് നമ്മൾ എടുത്തിട്ട് നമ്മളെ ഓത്ത് കൺട്രോളറിലേക്ക് പോവുക. ഇവിടെ ചെക്ക് ഫോർ ലോഗിൻ ഇല്ല, അതിൻ്റെ നമ്മളായിട്ട് നമുക്ക് കളക്ഷൻ റെഫറൻസ് കൊടുക്കുക. നമ്മുടെ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഒരു കോഡ് ബുക്ക് നമുക്ക് യൂസർ നോട്ട് നല്ലാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. സോ എല്ലാവർക്കും ഇതിനുള്ളിൽ കൊടുക്കുക. ഈ യൂസറിന്റെ KYC കൺട്രോൾ ഡോക്യുമെന്റ് ID നമ്മുടെ ഇതാണ്. സോ നമ്മൾ അസിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വേറെ ഒന്നും വന്നിട്ടില്ല. ഇവിടെ കൊടുക്കാണ്ട് ഇതിനുള്ളിൽ കൊടുക്കണം. ഓക്കെ, യൂസർ ID ഡോക്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യാം. ഇനി ഗെറ്റില് നമുക്ക് ഡോക്യുമെന്റ് സ്നാപ്ഷോട്ട് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ശരി. സോ നമുക്ക് ഇവിടെ ടൈപ്പ് യൂസർ ഡോക്യുമെന്റ് ആണ്. ഇനി നമുക്ക് ഈ ഡാറ്റ എക്സിസ്റ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് യൂസർ ഡാറ്റ എക്സിസ്റ്റ് ആണെങ്കിൽ, ഓക്കെ, എക്സിസ്റ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഹോം പേജിലേക്ക് പോകണം. ഇല്ലെങ്കിൽ നമ്മുടെ KYCയിലേക്ക് പോകണം. ഓക്കെ, സോ നമ്മളിവിടെ ആ ലോജിക്ക് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹോം പേജ് നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ പുതിയൊരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാം. ഹോം. ഓക്കെ, ഹോമിനുള്ളിൽ 3 ഫയൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കൺട്രോളർ, വ്യൂസ്. നമുക്ക് ഗെറ്റിന്റെ ഗെറ്റ് CLI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് കമാൻഡ് യൂസ് ചെയ്തിട്ട് ഈ ഫോൾഡേഴ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ ഇത് ബിഗിനർ പർപ്പസ് ആയതുകൊണ്ട് നമ്മൾ മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്ത് പഠിക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് വ്യൂ ക്രിയേറ്റ് ചെയ്യാം. ഹോം വ്യൂ ഡോട്ട് ഡാറ്റ് നമുക്ക് നമ്മുടെ ഹോം പേജിന്റെ ഈ UI നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നമ്മുടെ KYC ആയിട്ട് മാച്ച് ആവുന്നുണ്ട്. ഓക്കെ, സോ നമുക്കപ്പോൾ ഈ KYCയുടെ ഒരു പേജിന്റെ കോഡ് നമുക്ക് കോപ്പി ചെയ്യാം. KYCയിലെ ഒരു കോഡ് എടുക്കുക. നമ്മൾ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഈ
കോഡിൽ നമുക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ബേസിക് നോക്കാം. ഹോം വ്യൂ പേജ് റീപ്ലേസ് ചെയ്യാം. നമുക്ക് ഇതിൽ നിന്ന് കോളത്തിൽ നിന്ന് നമ്മുടെ ആവശ്യമില്ലാത്ത വിജിറ്റ്സ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ബോട്ടം നാവിഗേഷൻ ഇട്ടാണ് നമ്മുടെ നാവിഗേഷൻ ബാർ കൊടുക്കാനുള്ളതാണ്. നമുക്ക് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിന്റെ കോഡാണ് ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ട്. ഈ ടെക്സ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ഹോം പേജിൽ ഓൾറെഡി ടെക്സ്റ്റ് നമുക്ക് ഇത് റീപ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്കിനി ആവശ്യമില്ലാത്ത പാക്കേജസ് ഓക്കെ. സോ നമ്മുടെ നമ്മുടെ ചെക്ക് ലോഗിൻ വഴിയിട്ട് ഗെറ്റ് ഡോട്ട് ഫോൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രീവിയസ് പേജസ് എല്ലാം സ്റ്റാർട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് പുതിയതായിട്ട് ഈ പേജിലേക്ക് പോയാൽ മതി. ഓക്കെ, നമ്മൾ പ്രീവിയസ് ബാക്ക് പോകേണ്ട ആവശ്യമില്ല. ഹോം പേജിലേക്ക് വന്നാൽ നമുക്ക് ഗെറ്റിൽ റീഡയറക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് റീഡയറക്ട് ചെയ്യാം, ഇങ്ങനെ റീഡയറക്ട് ചെയ്യാം. എന്താണെങ്കിലും ഓക്കെയാണ്. നമുക്ക് ഈ കോഡ് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ആപ്ലിക്കേഷൻ ഫുൾ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ആക്ച്വലി നമ്മുടെ ഫയർസ്റ്റോറിൽ പോയാൽ കളക്ഷനും ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്കിത് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ലോഗിനാണ്. ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. നമ്മള് ലോഗിൻ എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. ഷെയർഡ് പ്രിഫറൻസിന്റെ ആണ് എറർ വന്നിരിക്കുന്നത്. പ്ലാറ്റ്ഫോം എക്സെപ്ഷൻ കാരണം നമ്മൾ പാക്കേജ് ഇമ്പോർട്ട് ചെയ്തിട്ട് റീറൺ ചെയ്യണം. ഇങ്ങനെ എറർ വരുന്നത്. ഓക്കെ, സോ റീറൺ ആവുന്നുണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട്
ഓക്കെ, നമുക്ക് ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, വർക്കായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബയോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ലൊക്കേഷൻ നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് കൊടുക്കുക. പ്രൊഫൈല് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ട്രൈ ഓർഡർ കൊടുക്കുമ്പോൾ നമുക്ക് ഹോം പേജിലേക്ക് പോകാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഹോം പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് വിടാം. സോ റീലോഡ് ചെയ്ത് കൊടുക്കാം. ട്രൈ ഓർഡർ കൊടുക്കുക. നമ്മുടെ ഹോം പേജിലേക്ക് വന്നു. ഓക്കെ, സോ നമുക്ക് ഇതൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി ഹോം പേജ്. നമുക്കിവിടെ ലോഗൗട്ട് ബട്ടണും കൊടുക്കാം. എന്നിട്ട് ലോഗൗട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് അത് നമ്മൾക്ക് ഹോം പേജിലേക്കാണോ അതോ KYC-ലോട്ടാണോ പോകുന്നത് നമുക്ക് ആ കണ്ടീഷൻ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഹോം പേജിൽ നമുക്ക് UA ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ടോ ചെക്ക് ചെയ്യും. ഓക്കെ, നമ്മുടെ യൂസർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ യൂസർ ID വെച്ചിട്ട് ഡാറ്റാസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ഹോം പേജ് നോക്കാം. ഇവിടെ ഫൈൻഡ് യുവർ ഫേവറേറ്റ് ഫുഡ് നോട്ടിഫിക്കേഷൻ ഐക്കണാണ്. ഓക്കെ, സോ അവിടുത്തെ ടെക്സ്റ്റ് വോട്ട് ചെയ്യാം. ഇവിടെ ഫില്ല് യുവർ ബയോക്ക് പകരം നമുക്ക് ആ ടെക്സ്റ്റ് കൊടുക്കാം. നമ്മുടെ ഈ ബാക്കാരൻ നമുക്ക് ഇവിടെ വേണ്ട, നമുക്ക് അതിന് പകരം ഓക്കെ നമുക്ക് റൈറ്റ് സൈഡിലാണ് അത് വേണ്ടത്. ഓക്കെ, സോ ഫൈൻഡ് യുവർ ഫേവറേറ്റ്. നമുക്ക് നെക്സ്റ്റ് ലൈനിൽ പറഞ്ഞു എന്നിട്ട് ഇതിൻ്റെ ആവശ്യമില്ല. നമുക്കിത് റോയിൽ കൊടുക്കാം. നമ്മുടെ റൈറ്റ് സൈഡിൽ നമുക്ക് ആ ബെല്ലൈക്കണിൻ്റെ ആവശ്യം. ഓക്കെ, കോൺസ്റ്റ് കൊടുക്കാം. ടെക്സ്റ്റിന് മാത്രം കോൺസ്റ്റ് കൊടുക്കാം. റീഫാക്ടറിന്
ഇവിടെ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ, 100 വേണ്ട, ഇവിടെ കുറച്ച് ഹൈറ്റ് വരുന്നു, ഒരു 60 കൊടുക്കാം. ഓക്കെ, ഈ റൈറ്റ് സൈഡിൽ ആ ബെല്ലൈക്കൺ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രേ കളറാണ് ഇവിടെ കൊടുത്തത്. ഓക്കെ, opacity കൊടുക്കാം. ഓക്കെ, ഇത് ചെറിയൊരു ഷാഡോ വന്നിട്ടുണ്ട്, 6 കൊടുക്കാം, വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചാർട്ട് വെച്ചിട്ട് മെയിൻ ആക്സിസ് ഇട്ടാൽ വരുന്നത് സ്പേസ് ബിറ്റ്വീൻ പോയിട്ടില്ല, കാരണം നമുക്ക് സൈസ് മെൻഷൻ ചെയ്യണം. റീഫാക്ടർ കണ്ടെയ്നർ നമ്മുടെ സ്ക്രീനിന്റെ സൈസ് എടുത്തിട്ട് കണ്ടെയ്നറിന്റെ ഫിക്സ് ആയിട്ട് നമുക്ക് കൊടുക്കുക, സൈസ് നോക്കി. ഓക്കെ, ഇപ്പൊ നമുക്ക് പോയിട്ടുണ്ട്. കുറച്ചുകൂടെ റൈറ്റ് സൈഡിലേക്ക് തള്ളി പോയിട്ടുണ്ട്, നമുക്കത് പാഡിങ് കൊടുത്ത് ഓക്കെ ആകും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് ഏകദേശം ഓക്കെ ആണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് റൈറ്റ് എടുത്തിട്ട് പാഡിങ് ഷോർട്ട്. ഓക്കെ, നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോണിൽ 31 ആണ്. നമുക്കൊരു 30 വെക്കാം, വന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഒരു ബെല്ലൈക്കൺ കൊടുക്കുക. സോ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഇമേജസ് ഡൗൺലോഡ് ചെയ്യാറ്. ഓക്കെ, സോ എക്സ്പോർട്ട് ചെയ്യുക, ജസ്റ്റ് പ്രിവ്യൂ നോക്കാം. ഓക്കെ, സോ ഐക്കൺ വെച്ചിട്ടുള്ളതാണ് വരുന്നത്. നമുക്ക് SVG ഇഷ്യൂ വരുന്നത് കൊണ്ട് നമുക്ക് PNG ഇമ്പോർട്ട് ചെയ്യാം. സോ നമുക്ക് ഈ സെറ്റിങ്സ് ഐക്കൺ വേണം, ഇവിടെ വൈറ്റ് കളറിൽ വന്നിട്ടുണ്ട്. സെറ്റിങ്സ് ഐക്കൺ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. ഫയലായിട്ടാണ് ഡൗൺലോഡ്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് സെർച്ച് ബാർ ഐക്കണായിട്ട് കൊടുക്കാം. നമുക്ക് ഇമേജ് വേണം, അഡ്വർടൈസ്മെന്റ് ഇമേജ്. നമുക്ക് ഇതെല്ലാം, ഈ ഇമേജസ് എല്ലാം നമുക്ക് ഫയർ ബേസിൽ നിന്ന് ഫിക്സ് ചെയ്യുന്നതാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ ഇമേജസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം.
ഒരു ഇമേജസിനുള്ള ഉണ്ട്. അൺസിപ്പ് ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നുണ്ടാവും. മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യാം. സോ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഐക്കൺ ഇവിടെ നമ്മൾ ഈ ഓഫർ ബാനർ നമ്മൾ ലേറ്റർ നമ്മൾ ചേഞ്ച് ചെയ്യും. സോ നമ്മളത് കോപ്പി ചെയ്യുക. കോൺസ്റ്റന്റിൽ പോവുക. പിന്നെ നോട്ടിഫിക്കേഷൻ പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോട്ടിഫിക്കേഷൻ ഐക്കൺ ഉണ്ട്. എല്ലാം കോപ്പി ചെയ്യുക. പേസ്റ്റ് ചെയ്യുക. ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഐക്കൺ എടുത്തിട്ട് ഉള്ള ഫോൺ ജോലി പോകാം. ഐക്കണാണ് ഇമേജ് ഡോട്ട് അസറ്റ് എന്ന് നോക്കുക. ഓക്കെ, സോ നമ്മളത് ഇങ്ങോട്ട് ചെയ്ത് ഓക്കെ, നമ്മുടെ നോട്ടിഫിക്കേഷൻ ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് ആ സെർച്ച് ബാർ ഡിസൈൻ ചെയ്യാം. സെർച്ച് ബാർ ഫിൽട്ടർ ചെയ്യും. ഓക്കെ, സെർച്ച് ബാർ ഏകദേശം നമ്മുടെ ഇമെയിൽ പാസ്വേഡ് അതിന് പോലെയാണ്. നമുക്ക് ആ ഡിജിറ്റ് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. സൈസ് കൊടുക്കുക, ഒരു 15 കൊടുക്കുക. പേസ്റ്റ് ചെയ്യുക. കൺട്രോൾ ഇപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ വാലിഡേഷൻ ആവശ്യമില്ല. ഓക്കെ, ഹിന്ദി ടെക്സ്റ്റ്
കോപ്പി ചെയ്തിട്ട് ഇൻഡെക്സ് ആയിട്ട് കൊടുക്കാം. ഇവിടെ എറർ വന്നിട്ടുണ്ട്, കാരണം നോക്കുന്നത് പർട്ടിക്കുലർ ഹൈറ്റ് വന്നിട്ടുണ്ട്. ഈ സൈസ് ഡോട്ട് വിത്ത് സൈസിൻ്റെ ഒരു 0.7%. ഓക്കെ, നമുക്ക് എത്ര ഫില്ലായി നിൽക്കണമെന്ന് നമുക്കിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. റണ്ണ് കൊടുക്കാം. നമ്മളെ റോയിലാണ് വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് കോളത്തിലാണ് വരുന്നത്. ഓക്കെ, സൈസ് ബോക്സിൽ നമ്മൾ എടുക്കാം. ഓക്കെ, അവിടെ നെക്സ്റ്റ് കോളത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഇതിനൊരു പ്രിഫിക്സ് ഐക്കൺ കൊടുക്കണം. ഓക്കെ, പ്രിഫിക്സ് ഐക്കൺ ഐക്കൺസിൽ ഓക്കെ, ഇവിടെ ഒരു സെർച്ച് ഐക്കൺ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് സെർച്ച് ഐക്കൺ വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വൈറ്റ് കളറിൽ എടുക്കാം. സോ നമുക്ക് വൈറ്റ് കളറിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാം ക്ലിയർ ചെയ്തതാണ്. നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഫിൽറ്റർ കൊടുക്കണം. ഫിൽറ്റർ ആയിട്ട് നമ്മൾ സെയിം ഇതിൻ്റെ കുറച്ച് ഒപ്പാസിറ്റി കൂട്ടി കൊടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ നോട്ടിഫിക്കേഷൻ്റെ കണ്ടെയ്നർ ഓഫ് ചെയ്യുക. നമുക്ക് ഇത് റോയിൽ കൊടുക്കാം. കാരണം റൈറ്റ് സൈഡിൽ വരുന്നുണ്ട്, നമുക്ക് റോ ആയിട്ട് കൊടുക്കാം. ആ റോയുടെ ഉള്ളിൽ നമ്മുടെ ഫിൽറ്റർ ആയിട്ട് സോ ഒപ്പാസിറ്റി നമുക്കൊരു 8 കൊടുക്കാം. നമ്മുടെ ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്പേസ് കൂടെ കൊടുക്കാം. നമുക്ക് ഇവിടെ ചെറുതായിട്ട് 15 ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ ആ ഫിൽട്ടർ ഐക്കൺ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാനും പറ്റും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെർച്ച് ചെയ്യാം. അതിൻ്റെ അകത്ത് സെർച്ചിൻ്റെ APIs നമുക്ക് പിന്നിടാം. നെക്സ്റ്റ് നമുക്ക് ബാനർ സെറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ബാനർ ഈ റോ കഴിഞ്ഞ് കാണാൻ വരുന്നത്. നമുക്ക് നമ്മുടെ ഈ സെർച്ച് ബാർ ഫിൽറ്ററും ഈ റോ നമുക്ക് ഒരു ഡിജിറ്റിലാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രക്ചറായിട്ട് കൂടെ ഇല്ല.
നമുക്കൊരു സ്റ്റേറ്റ് ലെഫ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. സെർച്ച് ചെയ്യാൻ സൂപ്പർ. നമുക്ക് ഈ കണ്ടെയ്നറിന് പകരം നമുക്ക് ആ വിസിറ്റ് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള എവിടെ കൊടുക്കാം. സോ നമുക്ക് സൈസ് ഇവിടെ ആവശ്യമുണ്ട്. നമുക്ക് സൈസ് ഇവിടെ കൊടുക്കാം. സോ ഇനി നമുക്ക് ഈ ഒരു വിസിറ്റ് മാത്രം ഇവിടെ കോൾ ചെയ്യാനാവില്ല. അപ്പോൾ സെർച്ചിൻ്റെ ലോജിക്സ് ഒക്കെ നമുക്ക് ആ ഫങ്ഷൻസ് ഒക്കെ അവിടെ കോൾ ചെയ്തിട്ട് നമ്മുടെ ഹോം പേജിൽ ഇവിടെ നമുക്ക് ആ ഒരു വിസിറ്റ് കോൾ ചെയ്താൽ അത്രയും കോഡ് നമുക്ക് ഈ പേജിൽ കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ കോഡ് കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആയിരിക്കും. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡീബഗ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഫിൽറ്ററിനകത്ത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ആ ഹോം പേജിൽ പോയിട്ട് അത്രയും കോഡിൻ്റെ ഇടയ്ക്ക് സെർച്ച് ചെയ്യാണ്ട് അത് ഡയറക്റ്റ് ആയിട്ട് വിജിറ്റിലോട്ട് വരിക, ഇവിടെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യുക, പോവാം. ഓക്കെ, സോ അത്രേ ഉള്ളൂ. അതുപോലെ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇതുപോലെ ഒരു ഐക്കണിനകത്ത് ഇടാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു റോയെ നമുക്ക് എടുത്തിട്ട് ആ ഒരു അതുപോലെ ഒരു ഐക്കണിനകത്ത് ഇട്ടാൽ അതും സെറ്റാണ്. നമുക്കാണ് അതും കൊടുക്കാം. അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് സ്റ്റേറ്റ് ലെഫ്റ്റിൽ ഓൺ ടൈപ്പ് വെച്ചിട്ടിനകത്ത് നമ്മൾ നേരത്തെ ഇതുപോലെ നമ്മൾ കോഡ് കോപ്പി ചെയ്തിട്ട് കോഡ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമുള്ള ഇമ്പോർട്ട് ചെയ്തെടുക്കുക. ഓക്കെ, സോ നമുക്ക് ഈ ടൈറ്റിൽ എടുത്തിട്ട് ഇവിടെ കോൾ ചെയ്താൽ മതി. ഓക്കെ, പൊസിഷൻ നമുക്ക് കോൺസ്റ്റന്റ് കൊടുക്കാം. ഇപ്പൊ കോഡ് അത്രയും ഷോർട്ട് ആയതല്ല, നമുക്കിപ്പോൾ ഇവിടെ പോയാലും നമുക്ക് മനസ്സിലാവും കോഡ്. നമ്മുടെ ഈ കോളത്തിനുള്ളിൽ ഹോം ടൈറ്റിലുണ്ട്, സെർച്ച് ബാർ ഉണ്ട്. ഓക്കെ, സോ ഇനി ആ ഓരോ വിസിറ്റിനകത്തും പോയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. പേജ് റൺ ചെയ്താലും കോഡ് അതുപോലെ തന്നെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ആ ബാനർ, നമുക്ക് ഓഫർ ബാനർ സെറ്റ് ചെയ്യാം. സോ നമുക്ക് അതിന് ഒരു വിസിറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റേറ്റ് പ്ലസ് വിസിറ്റ് ഓഫർ സെക്ഷൻ. ഓക്കെ, സോ ഓഫർ സെക്ഷനിൽ ആ കണ്ടെയ്നറിനുള്ളിൽ സൈഡിലായിട്ട് ഇമേജ് അഫക്റ്റ് ഇമേജ് കോൺസ്റ്റന്റിനകത്തോളം ഫിൽട്ടർ ചെയ്ത് ഓഫർ ബാനർ. ഓക്കെ, സോ നമുക്കിനി ഈ വിസിറ്റ് നമുക്ക് ഹോം പേജിൽ കോൾ ചെയ്യാം. സോ ഇവിടെ നമുക്ക് ഓഫറിന്റെ ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, സോ
നമ്മുടെ സൈസ് ഇവിടെ നിർത്തിട്ട് ഹൈറ്റ് ഒരു 100 എടുത്തിട്ട് സൈസ് ബോക്സ് കളർ എടുത്തിട്ട് കണ്ടെയ്ൻ കൊടുക്കുക. നമുക്ക് വിത്തിൻ്റെ 0.8% നോക്കാം. ഓക്കെ, നമ്മുടെ ബാനർ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഹോം പേജ് ഏകദേശം നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലോഗ് ഔട്ട് ചെയ്തിട്ട് നോക്കണം. നമ്മൾ ലോഗ് ഔട്ട് ചെയ്ത് ഫംഗ്ഷൻ സെറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിവിടെ ലോഗ് ഔട്ടിന്റെ ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടില്ല. ഓക്കെ, സോ ഇതിലേക്ക് പോവുക. authentication password authentication sign out. Okay, so sign out എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് സൈൻ ഔട്ട് ആയാൽ ഉടനെ നമുക്ക് നമ്മുടെ ഓൺ ബോർഡിംഗ് സ്ക്രീൻ അല്ലെങ്കിൽ ലോഗിൻ സ്ക്രീനിലോട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഓൾ കൊടുക്കണം നമ്മൾ. കാരണം നമ്മുടെ ഹോം പേജ് അല്ല, നമ്മുടെ എല്ലാ പേജും കളഞ്ഞിട്ടാണ് നമ്മൾ ആ പേജിലേക്ക് പോകാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോഗിൻ വ്യൂയിലോട്ട് നമ്മൾ റീഡയറക്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ സൈൻ ഔട്ടിന്റെ ഫംഗ്ഷൻ ഇതാണ്. നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് നമ്മുടെ ഹോം പേജിൽ നമുക്ക് ഇപ്പോഴത്തേക്ക് ഐക്കണകത്ത് നമുക്ക് കോൾ ചെയ്യാം. നമുക്ക് ലേറ്റർ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഫിൽറ്ററിന്റെ ഐക്കൺ എന്നുള്ളത് ഇൻക്വെല് വെച്ചിട്ട് ഇൻക്വെലിന് നമ്മളൊരു വിജിറ്റിനകത്ത് റാപ്പ് ചെയ്താൽ ആ വിജിറ്റ് നമുക്ക് ടച്ച് ചെയ്യുന്ന പോലെ ഒരു ഓൺ ടാപ്പ് കിട്ടും. നമുക്ക് ആ ഓൺ ടാപ്പിനുള്ള ഏത് ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്താലും നമുക്ക് ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാം, ആ വിജിറ്റ് ടച്ച് ചെയ്യുമ്പോൾ. ഓക്കെ, നമുക്കിനി ഇത് രണ്ടും ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് സൈൻ ഔട്ട് കോൾ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ സൈൻ ഔട്ട് ഇവിടെ കോൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ ലോഗ് ഔട്ട് ആയി പോയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് KYC ഓൾറെഡി ഉള്ളത് കൊണ്ട് ഇനി ഹോം പേജിലോട്ട് പോകണം. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രീവിയസ് ക്യാച്ച് ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഓൺബോർഡിങ്ങിൽ വന്നിട്ടുണ്ട്. ലോഗ് ഔട്ട് ആണ് ആപ്ലിക്കേഷൻ. ഓക്കെ, നമ്മളല്ലെങ്കിൽ ലോഗ് ഔട്ട് ആയില്ലെങ്കിൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് ഏതെങ്കിലും സ്ക്രീനിലോട്ട് പോയാൽ. സോ അത് തിരിച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. ഓക്കെ,
ഇപ്പൊ കണ്ടോ നമുക്ക് ആ ഒരു KYC വന്നിട്ടാണ് നമുക്ക് ഈ പേജിലോട്ട് പോകുന്നത്. അതിന്റെ കാരണം ആക്ച്വലി ഒരു ബഗ്ഗാണ്. നമുക്കത് ഫിക്സ് ചെയ്യാൻ നോക്കാം. നമ്മുടെ ഓൾഡ് കൺട്രോളാണ്. ഓക്കെ, സോ ലോഗിൻ ആണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ബയോ എന്നാണ് കൊടുത്തിരുന്നത്. ഓക്കെ, സോ നമ്മൾ ഇവിടെയും നമ്മൾ ഈ ചെക്ക് ലോഗിന് കോൾ ചെയ്താൽ ആ പ്രശ്നം വരില്ല. ചെക്ക് ലോഗിൻ ഫംഗ്ഷൻ കൊടുത്താൽ ഇവിടെയും ചെക്ക്, ഇവിടെ ചെക്ക് ലോഗിൻ്റെ ആവശ്യമില്ല. പുതിയതായിട്ട് യൂസർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി ബയോയിലോട്ടാണ് പോകേണ്ടത്, അതുകൊണ്ട് കുഴപ്പമില്ല. സോ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട്, കാരണം നമ്മുടെ സ്പ്ലാഷ് സ്ക്രീനിൽ നമ്മൾ ഈ കോഡ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് വർക്ക് ആയിട്ടുണ്ട്. നമ്മള് കാരണം ലോഗിനില് നമ്മൾ കറക്റ്റ് ആയിട്ട് ആ പേജിലേക്ക് പോകുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത്. നമുക്ക് ലോഗ് ഔട്ട് ചെയ്യാം. ലോഗ് ഔട്ട് ആയിട്ടുണ്ട്, തിരിച്ച് വേണം റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് പോവാം. സോ ഇപ്പോൾ ആ പേജിലേക്ക് പോകാണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഹോം പേജിലേക്ക് വന്നിട്ടുണ്ട്. സോ നമ്മുടെ വാലിഡേഷൻ ഏകദേശം സെറ്റാണ്. നമുക്കിനി ലോഗ് ഔട്ട് ചെയ്തിട്ട് ഒരു ടെസ്റ്റിംഗ് കൂടെ ചെയ്ത് നോക്കാം. പുതിയൊരു യൂസർ ആണെങ്കിൽ ഏത് പേജിലേക്ക് പോകാം. ഓക്കെ, സോ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള ബഗ് കണ്ടില്ല. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ക്രിയേറ്റില് ക്രിയേറ്റ് ബയോന്ന് പോയാൽ നമുക്കിവിടെ കോൾ ചെയ്ത് നോക്കാം. പുതിയ യൂസർ ഐ ഡി ഇവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. നമുക്ക് ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ യൂസർ ഐ ഡി നമുക്ക് ഡിലീറ്റ് ചെയ്ത് നോക്കാം. മേ ബി പ്രീവിയസ് യൂസർ ഐ ഡി ഇരിക്കുന്നത് ലോഗ് ഔട്ട് ആയാലും നമുക്ക് നല്ലോണം സ്റ്റോർ ചെയ്യാം. സോ നമ്മളാ ഈ ഫംഗ്ഷൻ വർക്ക് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ പുതിയ യൂസർ ആയതുകൊണ്ട് അവിടെ ബയോയിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോഴേ നമുക്ക് ബയോയിലേക്ക് പോകണം, ഹോം പേജിലേക്ക് പോകാൻ. സോ ആ ഒരു സിനാരിയോ
നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നുകൂടെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഓക്കെ ഓക്കെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, സോ യൂസർ ഇപ്പോൾ ലോഗിൻ ചെയ്താലും ഈ പേജിലേക്ക് പോകും, രജിസ്റ്റർ ചെയ്താലും നമുക്ക് ഈ പേജ് ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് നെക്സ്റ്റ് ഹോമിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ലോഗ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ആ നമ്മുടെ രജിസ്ട്രേഷൻ ആൻഡ് KYC ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി നെക്സ്റ്റ് നമുക്ക് ഹോം പേജിൽ നമ്മുടെ അവിടെ വരെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ പ്രോഡക്ട്സ് ആണ്. നമുക്കിനി പ്രോഡക്ട്സ് റെസ്റ്റോറൻറ്റ്സ്. ഓക്കെ, സോ ഇത് ഓരോ റെസ്റ്റോറൻറ്റ്സ് ആണ്, അതിൻ്റെ താഴെ പ്രോഡക്ട്സ് ഉണ്ട്. സോ നമുക്ക് റെസ്റ്റോറൻറ്റ്സിനുള്ളിൽ ഫുഡ് സ്റ്റോർ ചെയ്യണോ, ആ ഫുഡിന്റെ ഡീറ്റെയിൽസ് എടുക്കുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കൊരു അഡ്മിൻ പാനൽ പോലെ നമ്മൾ അതിൽ നിന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ്സ് രജിസ്റ്റർ ചെയ്തിട്ട് പ്രോഡക്ട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആപ്പിനുള്ളിൽ വരണം. ഓക്കെ, സോ ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.